എനിക്ക് ഉറപ്പാ. ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ ചേച്ചി, വന്നിട്ട് ഇപ്പൊ കുറെ നേരമായില്ലേ. ശരി ശരി, നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. വരട്ടെ ചേച്ചി. ചെല്ലുമോളെ. എന്തുപറ്റി? നേരത്തെ പൂജ നടക്കുന്നതിനിടയില് അവിടെ നേരിട്ട് പുറത്ത് ആരോട് സംസാരിച്ചില്ലേ? ആരാ ചേച്ചി വന്നത്? പറ ചേച്ചി. എനിക്ക് അകത്തേക്ക് പോകണം, നിങ്ങൾ പുറത്തേക്ക് പോകൂ. അവരെന്തോ ഇങ്ങോട്ട് വഴിതെറ്റി വന്നതാണെന്ന് തോന്നുന്നു. നിങ്ങൾ വരേണ്ട സ്ഥലം, നിങ്ങൾ അന്വേഷിക്കുന്ന സ്ഥലം ഇതെല്ലാം അവരോട് പറഞ്ഞിട്ട് തിരിച്ചു വിട്ടു. അവരപ്പോ വഴിതെറ്റി വന്നതായിരിക്കും അല്ലേ? അതെ മോനെ, ശരിയാ. ചില ആൾക്കാരുണ്ടല്ലോ, നമ്മൾ എത്ര പറഞ്ഞാലും അതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ എത്രയൊക്കെ ചീത്തയും വഴക്കും പറഞ്ഞാലും അവസാനം മുഖത്ത് തുപ്പിയാലും തുടച്ചിട്ട് പോകുന്നല്ലാതെ ആർക്കും ശല്യം ഉണ്ടാക്കരുതെന്നുള്ള സാമാന്യ ബോധം പോലും അവർക്കില്ല. ഇനി ഒരു പ്രാവശ്യം കൂടെ അവരെന്റെ വീട്ടിലേക്ക് വന്ന ഈ വീടിന്റെ മുന്നിൽ വെച്ച് ഞാൻ അവരെ നാണം കെടുത്തി വിടും. ഇപ്പൊ അവരെ കുറിച്ചൊക്കെ എന്തിനാ പറയുന്നേ? നിങ്ങൾ ഇറങ്ങാൻ നോക്ക്. ബൈ ചെറിയച്ചാ. ബൈ ബൈ ചെറിയമ്മേ. ബൈ ബൈ ചേച്ചി. ബൈ. ശരി ചേച്ചി. ഏട്ടാ, പറ അവനി. നമ്മൾ ഇറങ്ങിയ സമയത്ത് എല്ലാവരും സംശയത്തോടെ തന്നെ നോക്കി. തിരിച്ചു ചെന്നയുടൻ എവിടെയാ പോയതെന്ന് നമ്മളോട് ചോദിക്കും. നമ്മൾ എന്തു പറയും? ഷോപ്പിംഗ് എന്ന് പറഞ്ഞാ നമ്മൾ കറങ്ങി നടക്കുവാണെന്ന് അവർ സംശയിക്കും. പിന്നെ ആ കാര്യവും പറഞ്ഞിട്ടായിരിക്കും അടുത്ത പ്രശ്നം. അതുകൊണ്ട് താനേതോ ഫ്രണ്ടിനെ കാണാൻ പോയി വരുന്ന വഴിക്ക് തന്നെ കണ്ടപ്പോ കാറിൽ കയറ്റിയെന്ന് പറയാം. ഓക്കെ അല്ലേ? അപ്പോ ചേച്ചി തന്ന വസ്ത്രങ്ങളും തൽക്കാലം കാറിലിരിക്കട്ടെ. പിന്നെ പറ്റിയ സമയം നോക്കി ഞാൻ തന്നെ റൂമിലെത്തിക്കാം. ഈ കള്ളത്തരങ്ങളൊക്കെ എത്ര കാലത്തേക്കാന്നല്ലേ? പണ്ട് സീതയും രാമനും രണ്ടുപേരും തമ്മിലകന്നപ്പോഴും ദൂരത്തായപ്പോഴും വലിയ അകൽച്ച സഹിക്കേണ്ടി വന്നു. എന്റെ കാര്യത്തില് ഞാൻ എന്റെ രാമന്റെ വീട്ടിലായിട്ടും എന്റെ രാമനിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരുന്നു. അതാ എന്റെ സങ്കടം മുഴുവൻ. നടന്നത് മതി, ഇനിയൊന്ന് ഇരിക്കേ. പോയ 2 ജോഡികളും ഇനിയും വന്നിട്ടില്ലെങ്കിൽ സംതിങ് ഈസ് റോങ്. നിങ്ങൾ ഇങ്ങനെ തോന്നുമ്പോ ശ്രീകരനെയും ആവനെയും ഇങ്ങനെ ജോഡി ജോഡി എന്ന് പറയില്ലേ? എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഒരു മിനിറ്റ് അമ്മേ. നിങ്ങൾ രണ്ടാളും ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോ എങ്ങോട്ടാ പോകുന്നേന്ന് ചോദിച്ചപ്പോ അങ്ങനെ ചോദിക്കുന്നത് മാനേഴ്സ് അല്ലെന്ന് പറഞ്ഞ് പൃഥ്വിരാജ് അളിയനെ വഴക്ക് പറഞ്ഞു. എവിടെ നിന്നാ വരുന്നതെന്ന് ഇപ്പൊ ഞാനാ ചോദിക്കുന്നത്. ഇപ്പോഴെങ്കിലും പറയാൻ പറ്റുമോ? ചോദിക്കുമ്പോ അങ്ങനെ അങ്ങ് പോയാൽ എങ്ങനെയാ അമ്മേ? ഏട്ടാ,
ഞാൻ രാവിലെ കയറിയെടുത്ത് തന്നെ ഇറക്കിയിരുന്നെങ്കിൽ ഞാൻ നടന്നു വന്നേനായിരുന്നു. യു ഡോണ്ട് വെറി, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. താൻ വരൂ. പറയാമേ, പരിചയക്കാരുടെ വീട്ടിലേക്ക് ഒരു ഫംഗ്ഷന് പോയതാ. അത്രയ്ക്കറിയുന്ന ആൾക്കാരാണെങ്കിൽ ഞങ്ങളെയും കൊണ്ടുപോകേണ്ടതല്ലേ അമ്മമ്മേ? എന്റെ മകള് ചോദിച്ചത് പോയിന്റ് തന്നെയല്ലേ അമ്മേ? വേണ്ടപ്പെട്ടവരുടെ ഫംഗ്ഷൻ ആവുമ്പോ ഞങ്ങളോടും കൂടെ റെഡിയാവാൻ പറയാറുള്ളതല്ലേ? അതിന് മാത്രം ആരാ അമ്മേ അവര്? പറയച്ചാ. എല്ലാം നിങ്ങളോട് പറയണമെന്നുണ്ടോ? പറഞ്ഞില്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാവില്ലേ അച്ഛാ? ശ്രീകരേട്ടനും അവനെയും നിങ്ങളെക്കാ മുമ്പേ പോയി. അവരെവിടെ? എന്തിനാ അവരെ കുറിച്ച് ഞങ്ങളോട് ചോദിക്കുന്നേ? നിങ്ങൾ പുറത്തു വെച്ച് കണ്ടില്ലേ, ഞങ്ങൾ എങ്ങനെ കാണാനാ? സത്യത്തിൽ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? അതാ എത്തിയല്ലോ. അളിയാ നിക്ക് 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 നിക്ക്. എന്തോ നടന്നിട്ടുണ്ട് ഏട്ടാ. താൻ വെറുതെ ടെൻഷൻ ആവല്ലേ, ധൈര്യമായിട്ടിരിക്കെ. എങ്ങോട്ടായി ചാടി കയറി പോകുന്നേ? വന്നേ വന്നേ വന്നേ. ഇറങ്ങുമ്പോ ഒരുമിച്ചല്ലായിരുന്നല്ലോ, തിരിച്ചു വരുമ്പോ ഒരുമിച്ചാണല്ലോ. എന്താ സംഭവം? നിങ്ങൾ എങ്ങോട്ട് പോയത് ശ്രീകർ? അമ്മേ, അത് വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോ ഫ്രണ്ടിനെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കൊണ്ടുപോയതായിരുന്നു. ഞങ്ങൾ ചോദിച്ചപ്പോ എന്തോ പേഴ്സണൽ ആണെന്ന് പറഞ്ഞു. അവളെ സംബന്ധിച്ച കാര്യമാവുമ്പോ അത് പേഴ്സണൽ തന്നെയല്ലേ ചേച്ചി? ഇതൊക്കെ നിന്റെ മാനേജിങ് സ്കില്ലായിട്ടാ തോന്നുന്നേ. വാസ്തവം എന്താന്ന് തുറന്നു പറയാൻ നോക്ക്. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ അളിയ? എന്താ അമ്മേ ആ കവറിന്റെ ഉള്ളിലുള്ളത്? ഡ്രസ്സാണോ അമ്മേ? അവർക്ക് സമ്മാനമായി കൊടുക്കാൻ വാങ്ങിയതാ. എന്നിട്ട് പിന്നെ കൊടുക്കാതെ വന്ന എന്തിനാ? ചെറിയൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല മോളെ. പ്രശ്നം ഉണ്ടായോ? എന്താ ഉണ്ടായത് അച്ഛാ? എന്താടാ ചോദിക്കുന്നതിനൊക്കെ ഞങ്ങൾ ഉത്തരം തരുന്നുണ്ടെന്ന് കരുതി ഇവിടെ തന്നെ ഇങ്ങ് നിൽക്കണോ? അരുതാത്തൊന്നും ചോദിച്ചില്ല അച്ഛാ. കണ്ടിട്ട് വളരെ വില കൂടിയതാണെന്ന് തോന്നുന്നല്ലോ. അത്ര വേണ്ടപ്പെട്ടവരായിരുന്നോ? മകൾക്ക് കൊടുക്കാന്ന് കരുതി വാങ്ങിയതാ. അത് മരുമകൾക്ക് കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? ഈ സാരി നിനക്ക് ചേരുന്നതായിരിക്കും. നിനക്ക് എതിർപ്പൊന്നുമില്ലെങ്കിൽ സ്വീകരിച്ചാൽ. അപ്പോ വില കൂടിയ സാരിയൊക്കെ കിട്ടിയല്ലോ സിസ്റ്ററെ. എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അമ്മേ? ഗതിയില്ലാത്തവളാണെന്ന് തോന്നുന്നുണ്ടോ? എനിക്കൊരു സാരി വേണമെന്ന് ഞാൻ പറഞ്ഞാ ഇതിന്റെ 4 ഇരട്ടി വിലയുള്ള 100 കണക്കിന് സാരി എനിക്ക് വാങ്ങിച്ചു തരൂ എന്റെ അമ്മ. എന്റെ അച്ഛനെ ഒന്ന് ഫോൺ ചെയ്താ 1/2 മണിക്കൂറിൽ എനിക്ക് വേണ്ടി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തന്നെ വാങ്ങും എന്റെ അച്ഛൻ. അതാ ഈ ലാവണ്യയുടെ റേഞ്ച്. നിനക്ക് ഗതിയില്ലെന്ന് കരുതിയല്ല ഞാൻ തന്നത്. പക്ഷെ അതുപോലെ തന്നെയാ ചെയ്തത്. നിങ്ങൾ എങ്ങോട്ടോ പോയി, അവരുമായി എന്തോ പ്രശ്നം ഉണ്ടായി, അവര് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇത് എനിക്ക് കൊണ്ടുവന്ന് തരുന്നു. ഛേ, ആർക്ക് വേണം ഈ സാരി? ലാവണ്യ, 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 ലാവണ്യ. നീ ചെയ്തത് ശരിയായില്ല മോളെ. വേണ്ടെങ്കിൽ തിരിച്ച് കയ്യിലേൽപ്പിക്കണം. എറിയല്ല വേണ്ടത്. ലാവണ്യ, നീ ചെയ്ത ഒട്ട് ശരിയായില്ല. അമ്മയോട് സോറി പറ. സോറി പറയാനല്ലേ പറഞ്ഞത്? ഞാൻ ചെയ്തത് തെറ്റൊന്നുമല്ല സോറി പറയാനായിട്ട്. കൊടുക്കേണ്ടയാൾക്ക് കൊടുക്കാതെ അത് സമ്മാനമായി എന്റെ മരുമകൾക്ക് കൊടുത്താൽ കുറച്ചെങ്കിലും തൃപ്തി എനിക്ക് കിട്ടുമെന്ന് കരുതിയിട്ടാ.
നീ ഇത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ചിലതൊക്കെ അർഹതയില്ലാത്തവരുടെ കയ്യിൽ നിൽക്കില്ല വേദ. നീ അതിന് വിഷമിക്കണ്ട, നിന്റെ കയ്യിൽ തന്നെ വെച്ചോ. അറിയുന്നൊരു വീട്ടിലെ ചടങ്ങിന് പോയപ്പോ സമ്മാനായി വാങ്ങിയതാ. പക്ഷെ പ്രതീക്ഷിക്കാത്ത അവസ്ഥയില് ഈ സാരി സമ്മാനിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. നിനക്ക് എതിർപ്പുകളൊന്നുമില്ലെങ്കിൽ എന്റെ മരുമകളെ പോലെ നിനക്കും അത് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട മോളെ. ഇന്നേ ദിവസം ഈ സാരി എനിക്കറിയുന്ന ആരെങ്കിലും ഒരാൾക്ക് കൊടുക്കണമെന്നുള്ളതാ എന്റെ ആഗ്രഹം. അമ്മയുടെ കൈകൾ കൊണ്ട് തരുന്നത് ഞാൻ പ്രസാദം പോലെ സ്വീകരിക്കും അമ്മേ. മകൾക്ക് കൊടുക്കാൻ വെച്ചിരുന്ന സാരി ആവണിക്കാണ് കിട്ടിയത്. ആവേണ്ടതൊന്ന് ആയത് മറ്റൊന്ന്, എല്ലാം തകർത്തില്ലേ ബുൾബുൾ കുഞ്ഞേ. സീൻ മൊത്തം കളവാക്കി കളഞ്ഞു. ആ സാരി എനിക്ക് ആവശ്യമില്ല. വലിയ സന്തോഷത്തിലാണ് തോന്നുന്നല്ലോ. ചെറിയ സന്തോഷല്ലേട്ടാ, ഒരുപാട്. അതെങ്ങനെ ഇപ്പൊ പറയാം? ആകാശത്തോടെ സന്തോഷം, പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്തത്ര. സത്യനാരായണ സ്വാമി വ്രതം ഈ വീട്ടിൽ വെച്ച് നടന്നിരുന്നെങ്കിൽ അമ്മയുടെ കൈകൾ കൊണ്ട് തന്നെ ഈ സാരി എനിക്ക് കിട്ടേണ്ടതായിരുന്നു. നമ്മുടെ കാര്യം അവർക്ക് അറിയാത്തത് കൊണ്ടാണ് ചേച്ചിയുടെ വീട്ടിൽ വെച്ചത് നടത്തിയത്. എന്നിട്ട് പോലും ആ ദൈവത്തിന്റെ കൃപ കൊണ്ട് അമ്മയുടെ കൈകൊണ്ട് തന്നെ ഈ സാരി ഇപ്പൊ എനിക്ക് ലഭിച്ചു. ശരിക്കും എത്ര വിചിത്രമാണല്ലേ ഏട്ടാ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഞാനും ഇത് എക്സ്പെക്ട് ചെയ്തില്ലടോ. ഞാനൊരു കാര്യം പറയട്ടെ. ഈ സന്തോഷത്തില് താൻ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും. പറയുന്നേ. എല്ലാ പുഷ്പങ്ങളും ദൈവത്തിന്റെ പാദത്തിങ്കൽ ചേരണമെന്ന് ആഗ്രഹിക്കാറുണ്ടത്രേ. എല്ലാ പുഷ്പങ്ങൾക്കും അത് സാധിക്കാറില്ല. വിധിക്കപ്പെട്ടത് മാത്രമേ അവിടെ എത്താറുള്ളൂ. അതുപോലെ ഈ സാരി എനിക്ക് ലഭിക്കണമെന്ന് എഴുതിയത് കൊണ്ടായിരിക്കും അത് എന്റെ അടുത്ത് തന്നെ എത്തിയത്. എത്ര ഭാഗ്യം ചെയ്തവളാണല്ലേ ഏട്ടാ. ഇതിന്റെ ഒരു മഹത്വം അത് എത്രയോ മൂല്യമുള്ളതാ. എന്റെ ഏട്ടത്തി ഇതിന്റെ വിലയാണ് നോക്കിയത്. താനാണെങ്കിൽ അത് തന്ന ആളെ പറ്റിയോ. മൂത്ത മരുമകളും ചെറിയ മരുമകളും ഒരുപാട് വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം മനസ്സിലാക്കുന്ന ദിവസം അമ്മ തന്നെ അംഗീകരിച്ചിരിക്കും. ഈ ദിവസം നമുക്ക് വളരെയധികം നല്ല ദിവസം. ഈ ദിവസം മാത്രമല്ല അവനെ, താൻ പൂജാമുറിയിൽ പൂജ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് കയറിയ ദിവസം മുതല് ഞാൻ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പൂജാമുറിയിലേക്ക് അമ്മയല്ലാതെ മറ്റാർക്കും പ്രവേശനമില്ല. ആ കാര്യം നിനക്ക് അറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് വലിയ വഴക്ക് നടന്നിരുന്നു. എന്നാലും ഇപ്പൊ തോന്നുക അമ്മയെ നിന്നെ ആ മുറിയിലേക്ക് വിളിച്ചത്.
എന്നുവെച്ചാ ആ ദിവസം തൊട്ടാണ് നമുക്ക് ഈ സന്തോഷങ്ങളൊക്കെ കിട്ടുന്നത്. നല്ല ദിവസങ്ങളൊക്കെ ഇനി നമുക്ക് വരുന്നതിന്റെ സൂചനയായിരിക്കും ഈ സാരി. എത്രയും വേഗം നമ്മുടെ പ്രശ്നത്തിനും ഇനി ഒരു പരിഹാരം ഉണ്ടാവും. ഈ മരുമകളെ ഇവിടെ എല്ലാവരും അംഗീകരിക്കും. മോളെ സൗമ്യേ, പെട്ടെന്ന് യൂണിഫോം ഒക്കെ എടുത്തിട്ട് റെഡി ആയിക്കേ, സമയായി. നീ ആ കളിപ്പാട്ടങ്ങളൊക്കെ ഒന്ന് എടുത്തു വെച്ചിട്ട് വേഗം ഇങ്ങോട്ടൊന്ന് വന്നേ. നിന്നോടാ ഞാനീ പറഞ്ഞോണ്ടിരിക്കുന്നേ. ഞാൻ ഇത്രയും പറഞ്ഞിട്ടോ അവളെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? ഞാൻ അവിടെ കിടന്ന് ഇത്രയൊക്കെ ഉറക്ക വിളിച്ചിട്ടോ അതൊന്നും കേൾക്കാത്ത പോലെ നീ ഇവിടെ കിടന്ന് ഇങ്ങനെ ഉറങ്ങിയാൽ എങ്ങനെയാ? ഈ ഇടയായിട്ട് നിനക്ക് എമ്മാടി കുറച്ച് കൂടുന്നുണ്ടേ. എഴുന്നേറ്റ് എഴുന്നേറ്റ് റെഡി ആക്കി. ദമയന്തിയോട് ചോദിക്കാം. ഹലോ, ഇന്ന് നീ ജോലിക്ക് വരാഞ്ഞെന്താ? അത് ചേച്ചി, അത് എന്താടി പറയാൻ ഇത്ര മടി? പെട്ടെന്ന് വാ. അതല്ല ചേച്ചി, എന്റെ മോൾക്ക് തീരെ വയ്യ. മോൾക്ക് ലഞ്ച് ബോക്സ് ഉണ്ടാക്കണം. ഭർത്താവിന് കോഫി കൊടുക്കാനും ആണെങ്കിൽ ഇവിടുത്തെ ജോലി പിന്നെ ആരാ ചെയ്യുന്നേ? എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും. അതല്ല ചേച്ചി, ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. ഇന്നീ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്, നീ ഒന്ന് പെട്ടെന്ന് വാ. ആ ചേച്ചി എന്നെ ജോലിക്ക് വരാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ നിനക്ക് തീരെ വയ്യല്ലോ മോളെ. എനിക്കാണെങ്കിൽ എന്താ ചെയ്യണ്ടേന്നും അറിയില്ല. പോയിട്ട് പെട്ടെന്ന് വരണേ അമ്മേ. ഹോസ്പിറ്റലിലേക്കൊന്നും പോവണ്ട, അമ്മ എന്റെ അടുത്തുണ്ടായാ മതി. മോൾക്ക് എന്താ കഴിക്കാൻ വേണ്ടേ? എനിക്ക് ഒന്നും വേണ്ട അമ്മേ. നിന്റെ അച്ഛനോട് വരാൻ പറഞ്ഞാലും അയാൾ എന്തായാലും വരില്ല. ഞാൻ പെട്ടെന്ന് പോയിട്ട് വന്നിട്ട് നിന്നെ ആശുപത്രി കൊണ്ടുപോകാം. നീ ഇവിടെ കിടന്നു മോളെ, ശ്രദ്ധിക്കണം കേട്ടോ. എന്താ താൻ ചെയ്ത്? വാവ്,
ഏട്ടന്റെ അമ്മ തന്ന സാരിയാ. അപ്പൊ തന്റെ അമ്മ തന്ന സാരിയല്ലേ? അതെ, എന്റെ അമ്മ എനിക്ക് തന്ന സാരിയാ. ഇതെങ്ങനെയുണ്ട്? താനാണോ സാരിയാണോ? സാരി ഉടുത്ത ഞാൻ. എന്തു പറയാനാ അമ്മേ, സുഖമാണെന്നും പറയാൻ പറ്റില്ല, സുഖമല്ലെന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാ എന്റെ. സാരി ഉടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാൻ പറഞ്ഞപ്പോ എന്റെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്താ ഏട്ടാ? ഈ സാരിയിൽ നീ സുന്ദരിയായതാണോ, അതോ നീ എടുത്തോണ്ടാണോ ഇത്ര ഭംഗി? എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല. എനിക്ക് സത്യം പറഞ്ഞ കണ്ണെടുക്കാനേ തോന്നുന്നില്ല. ലോകത്തിലെ ദി ബെസ്റ്റ് കോസ്റ്റ്യൂം സാരിയാണെന്നാ പറയാറ്. അങ്ങനെയുള്ള ആ സാരി തന്നെ പോലൊരു സുന്ദരി ധരിക്കുമ്പോ പിന്നെ ആ സൗന്ദര്യത്തെ പറ്റി എന്നെ പോലുള്ളവർ എന്ത് പറയാന്? ഇങ്ങനെയുള്ള സൗന്ദര്യങ്ങളെ വർണ്ണിക്കാൻ വലിയ വലിയ കവികൾക്കേ കഴിയൂ. എന്നെ പോലൊരു സാധാരണക്കാരന് അത് കഴിയില്ല. ശരിക്കും സത്യാണോ?